ശശി തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലൊരു കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചിരുന്നു. നേരത്തെ തന്നെ പലവട്ടം അദ്ദേഹത്തിന് നടപടി സാധ്യത ഉണ്ടായിരുന്നെങ്കിലും അന്നൊന്നും പാർട്ടി നടപടിയെടുത്തിരുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ കൺവെൻഷനിലെ പ്രസംഗത്തിന് ശേഷം, അതായത് നിലവിലെ ജില്ലാ സെക്രട്ടറിയെ തുറന്നടിച്ചുകൊണ്ടുള്ള അധിക്ഷേപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം മണിക്കൂർ എന്ന് പറയാൻ കഴിയും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നു. അദ്ദേഹം പുറത്താക്കിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അദ്ദേഹം അല്പസമയം പ്രതികരിച്ചത് ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്ന് തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. ജനങ്ങൾക്കൊപ്പം തുടരും. UDFന്റെ ഭാഗമാകുമോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ പറയാനാകില്ല. പക്ഷേ ജനങ്ങൾക്കൊപ്പം തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ജില്ലയിലെ പാർട്ടി ചില മാഫിയകളുടെ കയ്യിലാണ്. അവരാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിക്കെതിരെ വലിയ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. സ്പിരിറ്റ് കച്ചവടക്കാരൻ എന്ന പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതിൽ താൻ ഖേദിക്കുന്നു, താൻ പശ്ചാത്തലപ്പിക്കുന്നു, താൻ ചെയ്തൊരു തെറ്റാണതെന്ന് പറഞ്ഞ അദ്ദേഹം EN സുരേഷ് ബാബുവിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് നടത്തിയത്. എന്നാണെങ്കിലും അതിന് നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം ഈ പാർട്ടിയിൽ പുറത്താക്കിയതായുള്ള തീരുമാനം വരുന്നു. അതിനോട് പ്രതികരിച്ചത് ഇത് തീരുമാനിച്ചത് തന്നെയാണ്, അത് ജനങ്ങൾക്കൊപ്പം തുടരും. സുരേഷ് ബാബു എന്നെ പറ്റി എൻ്റെ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം എന്ന ഒരു മറുപടി കൂടിയാണ് അദ്ദേഹം ഈ വിമർശനങ്ങൾക്കായി നൽകിയിട്ടുള്ളത്. എന്നാണെങ്കിലും അദ്ദേഹം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ ജില്ലയിലെ ഇടതുപക്ഷത്തിലുള്ളവരുടെ വിമത ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ PK ശശി ഉള്ളത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ UDFുമായി ഐക്യപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയോ തീരുമാനമെടുക്കുകയോ UDFന്റെ സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്നത് ഏറെക്കുറെ ഉറപ്പിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഞാൻ അനുമോദിലേക്ക് തിരിച്ചെത്താം. BV അരുൺ ഇപ്പോൾ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, PK ശശി പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും EN സുരേഷ് ബാബു മറുപടി നൽകിയിട്ടുണ്ട്. ആദ്യം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ PK ശശിയെ പുറത്താക്കുന്നു. അതിനുശേഷം ഓരോ ആരോപണങ്ങൾക്കും മറുപടി പറയുന്നുണ്ട്. കടുത്ത ഭാഷയിൽ, ശശി ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ കടുത്ത ഭാഷയിലാണ് EN സുരേഷ് ബാബു മറുപടി പറയുന്നത് എന്നതുകൂടി കാണാം. പാർട്ടിയുടെ പൊതുവെയുള്ള നിലപാട് തന്നെയാണോ ഈ വിഷയത്തിൽ EN സുരേഷ് ബാബു പറഞ്ഞത്? തീർച്ചയായിട്ടും CPM സംസ്ഥാന സമിതിക്ക് ശേഷമാണ് ഇത്തരമൊരു പ്രതികരണം CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നടത്തിയത്.